ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ബറോസ് മൂവി കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഏരീസ് ഫ്ലെക്സിലും കൈരളി കൃപയിലൊന്നും അല്ല സിനിമ കാണാൻ പോകുന്നത്. ഇന്ന് ഞാൻ വെറൈറ്റിക്ക് ഞാൻ ഇന്ന് പൂവാർ റോഡിൻ്റെ അടുത്ത്, പൂവാർ വിഴിഞ്ഞ റോഡിൽ പോകുന്നവർക്ക് അറിയായിരിക്കും, മൃദംഗ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ. അപ്പം ഇന്ന് അവിടെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ARM കണ്ടത് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇപ്പം നമ്മളിത് തിയേറ്ററിലോട്ട് പോവാണ് ബറോസ് മൂവി കാണാൻ. ഇന്ന് നമ്മൾ 6 മണിക്കുള്ള ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, വൈകുന്നേരം. മോഹൻലാലിൻ്റെ ഡയറക്ഷനാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പ്രതീക്ഷയുണ്ടെങ്കിലും കുറച്ച് ഇതൊക്കെ തന്നെ, കാരണം അതൊരു പിള്ളേർക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ഫാൻറ്റസി ടൈപ്പുള്ളൊരു മൂവിയാണ്. അപ്പോൾ എന്തുമാത്രം അത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കണ്ടിട്ട് ഞാൻ പറയാം. നമുക്ക് ഈ പൂവാർ, നെയ്യാറ്റിൻകര, കുളത്തൂർ, ഉച്ചക്കട ഏരിയയിലേക്ക് ആകെപ്പാടെ ഒരു 5-6 തിയേറ്ററേ ഉള്ളൂ. ഒന്ന് നമുക്ക് മൃദംഗ വരുന്നുണ്ട് പൂവാർ തന്നെ. അതിൻ്റെ അടുത്ത് തന്നെ SA മൾട്ടിപ്ലക്സ് പുല്ലുവിളയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കളിക്കവിളയിൽ പോയാൽ നമുക്ക് കാളേശ്വരി തിയേറ്ററുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇതുപോലെ നെയ്യാറ്റിൻകര കാളിദാസ് ഉണ്ട്. അങ്ങനെ കാട്ടാക്കടയാണ് കാളിദാസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് തിയേറ്റേഴ്സൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ ആയിട്ട്. അപ്പം നമ്മളിന്ന് മൃദംഗയാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ ഈ മൂവി വലിയ എക്സ്പെക്റ്റേഷനിലായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, കാരണം അങ്ങനെ വിചാരിക്കേണ്ട ഒരു മൂവിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലായിരിക്കുന്നു. കാരണം മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇങ്ങനത്തെ ഒരു സിനിമയാണ്, കാരണം നിങ്ങൾ എന്നെ പ്രതീക്ഷയെക്കാട്ടിലും അങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും, കാരണം ഇതൊരു ഫാൻറ്റസി ചിത്രമാണ്. അപ്പോൾ എൻ്റെ എന്തുമാത്രം മാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം സംശയം ഉണ്ടെന്ന് മോഹൻലാൽ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ ഈ സിനിമ കാണാൻ പോകണം. ഞാനും ആ മൈൻഡിൽ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം കൊള്ളായിരിക്കും. നമുക്കങ്ങനെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ ഇല്ല, അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ കാണുമായിരിക്കും. എന്നാലും ഫാൻറ്റസി ചിത്രമായതുകൊണ്ട് എന്തുമാത്രം ആക്ഷൻ സീക്വൻസൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ച് നമ്മൾ തിയേറ്റർ എത്താറായി. അപ്പോൾ അതിനു മുമ്പേ നമ്മളിതാ പൂവാർ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേസിലാണ് മിക്ക ടൂറിസ്റ്റുകാരും വന്ന് ബോട്ടിങ്ങും അതൊക്കെ ചെയ്യുന്ന സംഭവമാണ്. ഇവിടെ ഏറ്റവും ടൂറിസ്റ്റുകാർ വരുന്ന സ്ഥലമാണ് ഈ പൂവാർ, ആ ഏരിയ മൊത്തം. നമുക്കിതാണ് തിയേറ്ററിൻ്റെ എൻട്രി വരുന്നത്. നമുക്കിപ്പോൾ പൂവാറിൽ നിന്ന് വിഴിഞ്ഞം റൂട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലാണ്. നമുക്ക് പൂവാർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് നമുക്കിത് റൈറ്റ് സൈഡിൽ മൃദംഗ എന്നും പറഞ്ഞ ഒരു ബോർഡ് കാണാം. നമുക്ക് വലുതായിട്ട് ശ്രദ്ധിക്കില്ല, എന്നാലും തിയേറ്റർ നോക്കിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ കയറിയപ്പോൾ തന്നെ ബറോസിൻ്റെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷൻ തന്നെ ഒരു 100 കാർ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവർ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന പാർക്കിങ്സാണ്. അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 150-200 കാർ പാർക്ക് ചെയ്യാനുള്ള, അത്രയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൻ്റെ വ്യൂ വരുന്നത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഈ ഏരിയയിൽ കിട്ടുന്നതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് തിയേറ്ററാണിത്. 4K ഡോൾബി അറ്റ്മോസും കൂടെയാണ്. ഇവിടെ ആകെപ്പാടെ 2 സ്ക്രീനാണ് വരുന്നത്. OD1 ഇപ്പോൾ ബറോസ് സ്ട്രീം ചെയ്യുന്നത്. അതുപോലെ തന്നെ OD2 മാർക്കോ. ഇവിടെ ആകെപ്പാടെ 2 സ്ക്രീനേ ഉള്ളൂ. 2 സ്ക്രീനിലും ഫുൾ ഒരു ദിവസം മൊത്തം മാർക്കോയും ബറോസും ഇങ്ങനെ മാറി സ്ക്രീൻ മാറി കളിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ബറോസാണ് ഇപ്പോൾ OD1 കിടക്കുന്നത് 6 മണിക്ക്. വൈകുന്നേരം രാത്രിയിലത്തെ ഷോയ്ക്കാണെങ്കിൽ മാർക്കോയാണ് OD1 നമുക്കിവിടെ ഇപ്പോൾ OD1 കുറച്ചും കൂടെ റെനോവേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ നേരത്തെ വന്നപ്പോൾ ARM കാണാൻ വന്നപ്പോൾ റിക്ലൈനർ സീറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് റിക്ലൈനർ സീറ്റായിട്ട് ഡിവൈഡ് ഉണ്ട്. ബാക്ക് സെക്ഷൻ മൊത്തം റിക്ലൈനർ സീറ്റ്. അതുപോലെ തന്നെ ബാൽക്കണി പണ്ടേ ഉണ്ട്. ബാൽക്കണി സീറ്റൊന്നും മാറില്ല, പക്ഷേ റിക്ലൈനേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തിയേറ്ററിൻ്റെ കഫറ്റീരിയ വരുന്നത്. നമുക്ക് പോപ്കോൺ, ചീസും ഉണ്ട്, നോർമലുണ്ട്. രണ്ടിനും 100 രൂപ വെച്ചാണ്. അതുപോലെ തന്നെ ജ്യൂസ് എല്ലാ ടൈപ്പും ജ്യൂസും ഉണ്ട്. അതുപോലെ പപ്സ്, ടീ, കോഫി എല്ലാം ഉണ്ട്. ഈ പപ്സും ടീയും കോഫിയും ഒന്നും തിയേറ്ററിൽ അലോഡല്ല, പക്ഷേ അത്യാവശ്യം ഒരു 50-60 റേറ്റാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പോപ്കോണിന് 100 രൂപയാണ്. 2 ഫ്ലേവറിന് 100 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ആളുണ്ട്. ഇപ്പോൾ മാർക്കോയും കൂടെ ഇറങ്ങിയോണ്ട് അത്യാവശ്യം മാർക്കോയ്ക്കും ആളുണ്ട്, ബറോസിനും ആളുണ്ട്. ബറോസ് ഇതുവരെ വലിയ പോസിറ്റീവ് റിവ്യൂ വന്നത്, നെഗറ്റീവ് റിവ്യൂ അങ്ങനെ വന്നിട്ടില്ല. ഒരു എബോവ് ആവറേജ് മൂവി എന്നും പറഞ്ഞുകൊണ്ടാണ് റിവ്യൂസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഓൺലൈൻ വഴിയ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അപ്പോൾ കണ്ടില്ലേ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഇവർ. ഇത് സിറ്റി ഏരിയ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മാക്സിമം ഈ തിയേറ്ററിലൊക്കെ, ഇവിടുത്തെ ഏത് തിയേറ്ററിൽ പോയാലും മിനിമം നല്ല രീതിയിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ അകത്താണെങ്കിൽ മാക്സിമം ഇവർ ഈ ഫ്രണ്ടിൽ ലോബിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇരിക്കാനുള്ള സീറ്റിംഗ് ഒരു 5-6 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഫാൻ ഷോ ഒക്കെ വരണമെങ്കിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടും. ഇപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ OD1 കയറി കാണിച്ചു തരാം. OD1ലാണ് ഈ ഷോ നടക്കുന്നത്. അപ്പോൾ ഇതാണ് OD1 വരുന്നത്. അതിൻ്റെ ബാക്കിലെ വൈറ്റ് സെക്ഷൻ സീറ്റ് കാണില്ല, അതാണ് റിക്ലൈനേഴ്സ് വരുന്നത്. ഇപ്പോൾ ആഡ് ചെയ്ത് അതിൻ്റെ ബാക്കിൽ ഏറ്റവും മേലാണ് ബാൽക്കണി സീറ്റ്. നമ്മൾ അവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 280 റേറ്റ് വരുന്നത്. ഇപ്പോൾ 3D ആയതുകൊണ്ടാണ് ഒരു റേറ്റ് കൂടിയത്. അല്ലെങ്കിൽ നമുക്ക് 200 ആവുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഇതാ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ പടം ഇൻട്രലായിട്ടുണ്ട്. പടം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫാൻറ്റസി മൂവിയാണ്. നമുക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം ഒരു പിള്ളേർക്ക് വേണ്ടിയുള്ള സിനിമയാണ്. പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയ യൂത്തിനൊക്കെ എന്തുമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം സ്റ്റോറിയൊക്കെ ഒരു ഓക്കെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഓക്കെ മൂവിയാണിത്. അതുപോലെ തന്നെ പറയാതിരിക്കാൻ 3D ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും ഗംഭീരമായിട്ട് 3D ചെയ്തേക്കുന്ന ഈ മൂവിയിലാണെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും വിഷ്വൽ ട്രീറ്റൊക്കെ ഈ മൂവിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3D വിഷ്വലൊക്കെ പറയാതിരിക്കാൻ കിടിലെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ARM പോലും ഇത്രയും നന്നായിട്ട് 3D ചെയ്തിട്ടില്ല. അത്രയും കിടിലമായിട്ട് ഇതിൻ്റെ 3D വിഷ്വലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ 3D മൂവീസ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഈ മൂവി കാണുമ്പോൾ ഇല്ല. അത്രയും നല്ല ക്ലാരിറ്റി ആയിട്ടാണ് 3D വിഷ്വൽസൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി നോക്കുമ്പോൾ ഓക്കെ നമുക്ക് മോഹൻലാലിൻ്റെ ഗെറ്റപ്പൊക്കെ നമുക്ക് എന്ത് പറയാം, കൊള്ളാം. അത്യാവശ്യം രീതിയിൽ നമുക്ക് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു വേഷമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ത് പറയാം, എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ വേഷം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ബാഹുബലിയിലെ കട്ടപ്പയുടെ ആ വേഷമാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാ സിനിമയിലെയും പോലെ ആൻ്റണി പെരുമ്പാവൂരിനകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ആശീർവാദിൻ്റെ ഏത് സിനിമ സംവിധാനം ചെയ്താലും അതിനകത്ത് ആൻ്റണി പെരുമ്പാവൂർ കാണും എന്ന് പറഞ്ഞ പോലെ ഈ മൂവിയിലും ആൻ്റണി പെരുമ്പാവൂർ ചെറിയ റോള് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മിക്ക സിനിമയിലായിരിക്കുമല്ലോ, അതിപ്പോൾ പറയാതിരിക്കേണ്ട. ഏത് സിനിമ എടുത്തതിനകത്ത് ആൻ്റണി പെരുമ്പാവൂർ കാണും ഈ ആശീർവാദ സിനിമാസിൻ്റെ. ഇനി നമുക്ക് സിനിമ ബാക്കിയും കൂടെ സെക്കൻഡ് ഹാഫും കൊണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഈ ടോട്ടൽ 2.5 മണിക്കൂറാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി കാര്യം പറയാം. അങ്ങനെ ഗൈസ് പടം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തു പറയുക, സെക്കൻഡ് ഹാഫ് ഒരു ഫാൻറ്റസി മൂവിയാണിത്. പറയാതിരിക്കാൻ ഓക്കെ നമുക്ക് ഫുൾ നെഗറ്റീവായിട്ട് പറയില്ല. എന്തു പറയുക, നമുക്ക് കണ്ടിരിക്കുക. നമുക്കിപ്പോൾ അവധിക്കാലമല്ലേ, അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ മൂവി. ഇതിൻ്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് പറയുന്നില്ല. ഒരു നിധി കാക്കുന്ന ഭൂതമായിട്ടാണ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ 2 കാലഘട്ടമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റിലും ഇതുപോലെ എന്തു പറയുക, നമ്മൾ കണ്ടു മടുത്ത് അതേ നമുക്ക് കഥ തന്നെയാണ് വരുന്നത്. എന്നും പറഞ്ഞ് ബോറടിയൊന്നുമില്ല. ഓക്കെ പടം നമുക്ക് പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഫാൻറ്റസി ടൈപ്പ് മൂവിയാണ്. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. കഥ വയസ്സ് വലിയ പുതുമയൊന്നുമല്ല. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും വലിയ ഇതൊന്നുമില്ല. നമുക്ക് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എങ്കിൽ പിന്നെ അതിൻ്റെ ഫുൾ ഇതും പോവും. നമുക്കെന്ത് പറയാം, നേരെ തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണാം. കാരണം നമുക്ക് ഇങ്ങനത്തെ സിനിമ 3D സിനിമയൊക്കെ മാക്സിമം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ 3D വിഷ്വൽസ് കിടിലമായിട്ടുണ്ട്. പറയാതിരിക്കാൻ പോയി നമുക്ക് ഫുള്ള് എൻജോയ്മെൻറ്റ് വരുന്നതിൻ്റെ 3D വിഷ്വൽസാണ്. പറയാതിരിക്കാൻ പോയി ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും കൂടുതൽ 3D വിഷ്വൽസ് കണ്ട മൂവിയാണിത്. അതുപോലെ അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. മറ്റേ ഇസബെല്ല എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സും കൊള്ളാം. അതുപോലെ അതിനകത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതും കൊള്ളായിരുന്നു. കഥ വൈസ് നോക്കുമ്പോൾ ഓക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അല്ലാതെ ദുരന്തം എന്നൊന്നും പറയാൻ പറ്റൂല. ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാം, അത്ര തന്നെ. മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത മൂവിയല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടാൽ നമുക്ക് നല്ല രസം പെടും. അല്ല ഭയങ്കര ലോജിക്കൊക്കെ നോക്കിയാൽ എന്ത് പറയുക, ലോജിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ സിനിമ എൻജോയ് ചെയ്ത് കണ്ടാൽ ഓക്കെ, ഇഷ്ടപ്പെടും. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കൊള്ളായിരുന്നു. സന്തോഷ് ശിവനാണെന്നാണ് തോന്നുന്നു സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അപ്പോൾ അതൊക്കെ നല്ല ഗംഭീരമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പടം 2.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്. പക്ഷെ അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ചുമ്മാ കുറേ ഫൈറ്റും കുത്തിക്കയറ്റി എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഒരു 1.25 മണിക്കൂറിൻ്റെ സിനിമ തീർക്കായിരുന്നു. ഇത്രയും ലെങ്ത് ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. ഒരു 2.5 മണിക്കൂറിനൊരു ആവശ്യമില്ലായിരുന്നു. കാരണം ഒരു 1.25 മണിക്കൂറുണ്ട് ഈ സിനിമ തീർക്കായിരുന്നു. അത്രയേ ഉള്ളൂ ഈ കഥ. വെറുതെ വലിച്ച് നീട്ടാൻ വേണ്ടി തോന്നി എനിക്ക്. എന്നാലും പറഞ്ഞു ബോറടി ഒന്നുമില്ല. ഓക്കെ പക്ഷെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്.
പടം കൊള്ളായിരുന്നു, പക്ഷേ ലെങ്ത് ആയിരുന്നു പ്രശ്നം. 2.5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ ചില സീനൊക്കെ ആണെങ്കിൽ ബോറടിക്കും. അതിനൊക്കെ എന്നാലും ഒരു 1.25 മണിക്കൂറുണ്ട് സിനിമ തീർക്കായിരുന്നു. അപ്പോൾ അത്രയും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 2.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടുന്ന സാധ്യത കുറവായിരിക്കും. എനിക്കെന്തായാലും ഒരു ഓക്കെ പടം, ഒരു 10 7.5 കൊടുക്കാം, ആ ഒരു റേറ്റിംഗ് കൊടുക്കാം. കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ ഒരു ഫൈറ്റൊക്കെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മൂവി റിലീസാവുന്നതിൻ്റെ മുമ്പ് 4 ദിവസം മുമ്പ് റിലീസായ മൂവിയാണല്ലോ മാർക്കോ. അപ്പോൾ അത് അത്രയും ഹൈപ്പ് വന്നുകൊണ്ട് ഇത് എന്തുമാത്രം ആൾക്കാർ പ്രിഫർ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് അറിയണം കാണാനായിട്ട്. മിക്ക ആൾക്കാർ ഇപ്പോൾ ബറോസ് കാണണോ മാർക്കോ കാണണോ എന്ന് ചോദിച്ചാൽ ഒരു 90% ആൾക്കാർ മാർക്കോയ്ക്കേ പോവുള്ളൂ. ബറോസിന് എന്തുമാത്രം ആൾക്കാർ വരുമെന്ന് എനിക്ക് വലിയ അറിഞ്ഞൂടാ. എന്നാലും ആൾക്കാർ മാക്സിമം ഈ ബറോസ് മൂവി കാണാൻ നോക്കുക. കാരണം ഒരു വെറൈറ്റിക്കായിട്ട് നമുക്ക് ഫാൻറ്റസി മൂവി ഉള്ളവർക്ക് കാണാൻ ഇഷ്ടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ പൂവാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു വേറൊരു തിയേറ്ററും കൂടെ വരുന്നുണ്ട്. നമ്മുടെ പൂവാർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ചോട്ടു മഹാരാജ എന്നും പറഞ്ഞൊരു ഗ്ലോബ് ടൈപ്പ് തിയേറ്റർ വരുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം, ആകെപ്പാടെ ഒരു സ്ക്രീനേ ഉള്ളൂ അവിടെ. പക്ഷെ അവിടെ സിനിമ കാണാൻ വേറൊരു ലെവലാണ്. കാരണം ഒരു ഗ്ലോബിനകത്ത് ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഒരേ ഒരു സ്ക്രീനേ ഉള്ളൂ. ഒരു ദിവസം 4 ഷോയും കണ്ടുണ്ട്. 4 വെറൈറ്റി സിനിമകളായിരിക്കും. കാരണം ഒരു സ്ക്രീനല്ലേ ഉള്ളൂ. അപ്പോൾ 4 സിനിമകളായിട്ടായിരിക്കും സ്ട്രീം ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു സിനിമ കാണാൻ വേറൊരു ലെവലാണ്. ഇനി അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി സിനിമ കണ്ടിട്ട് എൻ്റെ റിവ്യൂവും കൂടി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് പറയാം, ബറോസ് കാണണം എന്നുള്ളവർ പോയി കാണുക, തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. കാരണം എന്ത് പറയാം, ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവി ഇല്ലേ. അപ്പോൾ ചിലവർക്ക് കുറേയൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം പിള്ളേരെയും കൊണ്ട് കാണാൻ പോവുക. കാരണം മാർക്കോ പിള്ളേർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം ഈ ബറോസ് മൂവി കാണാൻ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.